ഹായ് ഹലോ, കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴത്തേനും കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മധുരക്കിഴങ്ങെന്നും സ്വീറ്റ് പൊട്ടാറ്റോ എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കുറേ അത്യാവശ്യം നല്ല മണ്ണും ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇഡ്ഡലി തട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ചിലരൊക്കെ ഇതിനെ വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്, പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മളിത് ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇഡ്ഡലി തട്ടിൽ വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആവിയൊക്കെ പറന്ന് അടിപൊളിയായിട്ട് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനിവിടെ ചെറിയൊരു ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ചമ്മന്തി വെച്ചും അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചമ്മന്തിയുടെ കൂടെയാണോ അല്ലാതെയാണോ മധുരക്കിഴങ്ങ് കഴിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് അല്ലാതെ കഴിക്കാനും നല്ല മധുരമായിരുന്നു, പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചമ്മന്തിയുടെ കൂടെയാണോ അല്ലാതെയാണോ കഴിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.